ഗൈസ്, ചില ട്രാൻസ്ഫർ വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഗില്ലമോ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് സെൻട്രൽ ഫോർവേഡിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്യുന്നു. 31 വയസ്സുകാരനായിട്ടുള്ള ഒരു താരം മുൻ സ്പാനിഷ് അണ്ടർ-17 ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളതാണ്. ഈ ഒരു താരത്തിലേക്ക് വരുന്ന സമയത്ത് അത്ലറ്റിക്കോ ബിൽബാവോ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ഫേമസ് ക്ലബ്ബാണ്. അവരുടെ ഒരു അക്കാഡമി വഴിയൊക്കെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടി സീനിയർ ലെവലിലെ മത്സരങ്ങളൊക്കെ കളിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ സാധിക്കും. എന്നാണെങ്കിലും ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എക്സ്പീരിയൻസ് ആയിട്ട് 435ഓളം മത്സരങ്ങൾ ഈ ഒരു കാലയളവിൽ കളിച്ചിട്ടുണ്ട്. 90 ഗോളുകൾ 25 അസിസ്റ്റുമാണുള്ളത്. ഇത് നമ്പർ നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രേറ്റ് നമ്പറായിട്ട് തോന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് സെഗുണ്ടയിലാണ്. ഏതാണ്ട് 200ഓളം മത്സരങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ട്. ലാലീഗ കളിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 2014 അദ്ദേഹം പോർട്ടോയ്ക്കെതിരെ ഗ്രൂപ്പ് ഫേസിൽ ഗോളും ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം ഏതാണ്ട് 32 മത്സരം 4 ഗോളാണ്. അതൊരു വലിയ നമ്പറല്ല. പക്ഷേ അതിന് മുന്നേ ഉള്ള സീസണുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് ഗോൾ അടിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 31 വയസ്സേ ഉള്ളൂ. ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ഇത്രയും മാച്ച് എക്സ്പീരിയൻസ്, അതും ഒരു ടോപ്പ് ലെവലിൽ കളിച്ചിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഒരു നല്ല അഡീഷൻ ആകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇത്തവണത്തെ സെൻട്രൽ ഫോർവേഡിൽ നോക്കാം, വെയിറ്റ് ആൻഡ് സീ ഏത് തരത്തിൽ ഇദ്ദേഹം ഇവിടെ വർക്കൗട്ട് ആകും എന്നുള്ളത്. എന്നാലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതൽ മത്സരങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബാവോയിലാണ് കളിച്ചിട്ടുള്ളത്. ഏതാണ്ട് 108 മത്സരങ്ങൾ 30 ഗോളുകൾ 8 അസിസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയേണ്ടത് മറ്റൊന്ന്, രാഹുൽ ബേക്കയുടെ ഒരു അനൗൺസ്മെൻറ്റ് ഒഫീഷ്യലി വന്നു കഴിഞ്ഞു. ഇപ്പം രാഹുൽ ബേക്കെ BFCയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം BFC ISL വിൻ ചെയ്ത ആ ഒരു വർഷം അവരെ ട്രോഫി അടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോള്, എക്സ്ട്രാ ടൈമിൽ ആ ഒരു ഗോൾ, അധിക സമയത്ത് വന്നിട്ടുള്ള ആ ഒരു ഗോളാണ് അവരെ കിരീടത്തിലേക്കൊക്കെ എത്തിച്ചതെന്നുള്ളതറിയാം. എന്താണെങ്കിലും ഇപ്പോൾ ഈ 33 വയസ്സായി അദ്ദേഹം. അത് കഴിഞ്ഞ് അദ്ദേഹം കരിയറിൽ ഒരുപാട് മുന്നേറി. ഇപ്പം നാഷണൽ ടീമിൻ്റെയൊക്കെ സ്ഥിരം സാന്നിധ്യമായിട്ട് മാറി. റൈറ്റ് ബാക്കിലും സെൻറ്റർ ബാക്കിലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. പക്ഷേ BFCയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സെൻറ്റർ ബാക്കിൽ ജിംഗ്ലൻസന സിംഗ് ഉണ്ട്, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി ഉണ്ട്. ഏത് റോളിലായിരിക്കും അദ്ദേഹത്തെ BFC ഉപയോഗിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് ചില സൈനിങ്സ്, അപ്പോൾ അവരുടെ BFC ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഫാൻസിനെ വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് ഇപ്പം ഡയാസിൻ്റെ ആണെങ്കിലും ആൽബർട്ടോ നെഗ്വേറയുടെയും അതുപോലെ തന്നെ ഇപ്പം എഡ്ജസ് മെൻഡസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു താരം, ഇവരുടെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ആൽബർട്ടോടെയും അതുപോലെ തന്നെ ഡയാസിൻ്റെ ഒന്നും അവരുടെ സോഷ്യൽ മീഡിയ വഴി ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നവരെ പുറത്തേക്ക് വന്നിട്ടില്ല. സോ ഉടനെ തന്നെ അത് വരുമായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനി ഓഫ്.